ഡർബൺ സിറ്റിക്ക് വെറും 14 മൈൽ അകലെ ഫീനിക്സിലാണ് കമ്മ്യൂണിറ്റി പ്രവർത്തനത്തിന്റെ ആദ്യ ഗാന്ധിയൻ മുന്നേറ്റം ആരംഭിക്കുന്നത്. 112 വർഷങ്ങൾക്ക് മുൻപ് 100 ഏക്കർ ഭൂമിയിൽ ഗാന്ധി തുടങ്ങിവച്ച ഫീനിക്സ് സെറ്റിൽമെന്റ് ഇനിയും മരിച്ചിട്ടില്ല. അപ്പാർത്തീഡും കറുത്തവന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും എണ്ണമറ്റ ക്ഷതങ്ങളും പിന്നിട്ട് അതിപ്പോഴും ജീവിക്കുന്നു. ഗാന്ധിയുടെ പേരക്കുട്ടി ഇളാ ഗാന്ധി ഫീനിക്സിന്റെ ലോകത്തേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. വൈഷ്ണവജന തോ തേനേരെ കഹിയേ ജെ പീഡ പരായി ജാനേ രേ. We welcome all of you here to South Africa. And the friendship between South Africa and India started many years ago because of the common or shared histories of South Africa and India, and the common problems that we experienced and how we dealt with those problems. So today, 100 years since Gandhiji left South Africa and returned to India, it is really a proud moment to interact with you all, to be with you, and to take the message of Gandhiji forward into our countries and into the world. वैष्णवजन तो तेनेरे कहिए जे पीड़ पराई. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിനു വേണ്ടി 1903 ഗാന്ധി സ്ഥാപിച്ച പ്രിന്റിംഗ് പ്രസ്സും ഗാന്ധി താമസിച്ചിരുന്ന പഴയ വീടും അച്ചടി ഉപകരണങ്ങളുടെ ശേഷിപ്പുകളും ഇന്ത്യൻ ഹോം റൂൾ എന്ന ഗാന്ധിയുടെ ആദ്യ പുസ്തകത്തിന്റെ ജന്മസ്ഥലമെന്ന പരിവേഷവുമായി ഫീനിക്സ് ആയുസ്സു ചെലവിടുന്നു.